മുംബൈ പോലീസിന് 2 പകലും രാത്രിയും വട്ടം കറക്കിയ കേസ്. രാജ്യത്തെമ്പാടും മരിച്ചു പെറുക്കിയിട്ടും ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിലെ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് നന്നേ വിയർപ്പൊഴുക്കേണ്ടി വന്നു. ഒടുവിൽ അക്രമിയെ താനയിൽ നിന്നാണ് പിടികൂടിയത്. പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ബംഗ്ലാദേശ് സ്വദേശിയെന്നാണ് നിഗമനം. മൊബൈൽ കടയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. മുംബൈ പോലീസിനെ വട്ടം കറക്കിയ സെയ്ഫ് അലി ഖാൻ ആക്രമണക്കേസിലെ പ്രതി ഒടുവിൽ പിടിയിൽ. പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വിമർശനം ശക്തമാകുമ്പോഴാണ് ആക്രമണം നടന്ന് 70 മണിക്കൂർ പിന്നിടുമ്പോഴുള്ള അറസ്റ്റ്. താനെയിലെ ഹിരാനന്ദാനി എസ്റ്റേറ്റിന് സമീപത്തുനിന്ന് ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമിനെ മുംബൈ പോലീസ് പിടികൂടിയത്. അഞ്ചു മാസം മുമ്പ് ബംഗ്ലാദേശിൽ നിന്ന് മുംബൈയിലെത്തിയ ഇയാൾ വിജയ്ദാസ് എന്ന വ്യാജ പേരാണ് ഉപയോഗിച്ചിരുന്നത്. മോഷണം തന്നെയായിരുന്നു ലക്ഷ്യം. അതിക്രമിച്ചു കയറിയത് സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നുവെന്നും ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പോലീസ് പ്രതികരിച്ചു. आरोपी का नाम मोहम्मद शरीफुल इस्लाम शहजाद है। ये समझ में आया है कि ये आरोपी चोरी के इरादे से उस घर में उसने एंटर किया था। बांग्लादेशी ओरिजिन का है ऐसा हमारा डाउट है। 5-6 महीने पहले मुंबई आया है ऐसा पता चला है। हाउसकीपिंग एजेंसी में काम करता है. ആദ്യ 2 ദിവസവും ഒരു തുമ്പുമില്ലാതിരുന്ന അന്വേഷണത്തിൽ ദാദറിലെ മൊബൈൽ കടയിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ താമസ സ്ഥലം കണ്ടെത്തുകയും ഒപ്പം താമസിക്കുന്നവർ നൽകിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പ്രതിയിലേക്ക് എത്തുകയുമായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.